റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ഇതത്ര നല്ല കാലമല്ല. 4 വർഷമായി താൻ തുടങ്ങിവെച്ച ഒരു യുദ്ധം ഇപ്പോൾ പുടിനെ തിരിഞ്ഞു കൊത്തുന്നു എന്ന് സാരം. റഷ്യയുടെ ഊർജ്ജ പശ്ചാത്തല സൗകര്യങ്ങൾക്ക് നേരെ യുക്രൈൻ നടത്തുന്ന തുടർച്ചയായ ഡ്രോൺ ആക്രമണങ്ങൾ പല പ്രദേശങ്ങളിലും ഇന്ധനക്ഷാമത്തിന് കാരണമായതായി തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് പുടിൻ. റഷ്യയിലെ എണ്ണ ശുദ്ധീകരണശാലകളെയും ഊർജ്ജ നിലയങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ആഭ്യന്തര വിതരണത്തെ ബാധിച്ചതായി അദ്ദേഹം സമ്മതിച്ചു. അതേസമയം ഈ പ്രതിസന്ധി ഭരണകൂടത്തിന് നിയന്ത്രിക്കാനാകുമെന്നും യുക്രൈന് നേരെയുള്ള റഷ്യയുടെ സൈനിക നടപടി തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രശ്നപരിഹാരത്തിനായി ഡീസൽ കയറ്റുമതി നിരോധിക്കുന്നതും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതും ഉൾപ്പെടെയുള്ള നടപടികൾ റഷ്യ പരിഗണിക്കുന്നുമുണ്ട്. എണ്ണ ശുദ്ധീകരണശാലകൾക്കും ഇന്ധന സംഭരണ കേന്ദ്രങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ വിതരണത്തിൽ വെല്ലുവിളികൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും റഷ്യയുടെ പ്രവർത്തനങ്ങളെ തകിടം മറിക്കാൻ തക്ക ഗുരുതരമല്ലെന്നാണ് പുടിന്റെ വിലയിരുത്തൽ. പൊതുവെ നിർണായകമായ പശ്ചാത്തല സൗകര്യങ്ങൾക്ക് നേരെ, പ്രത്യേകിച്ച് ഊർജ്ജ മേഖലയ്ക്ക് നേരെയും നടക്കുന്ന ആക്രമണങ്ങൾ ഞങ്ങളുടെ സൗകര്യങ്ങൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇത് വ്യക്തമാണ്. നിലവിൽ ഞങ്ങൾ ചെറിയ ക്ഷാമം നേരിടുന്നുണ്ട്, എന്നാൽ അത് ഗുരുതരമല്ല എന്നാണ് പുടിൻ പറഞ്ഞത്. സമീപ ആഴ്ചകളിൽ റഷ്യൻ വ്യവസായ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ യുക്രൈൻ ഇടത്തരം ദീർഘദൂര ഡ്രോൺ ആക്രമണങ്ങൾ ശക്തമാക്കിയിരുന്നു. ക്രാസ്നോദർ, യാരോസ്ലാവർ തുടങ്ങിയ മേഖലകളിലെ ശുദ്ധീകരണശാലകളെയും ഇന്ധന സംഭരണ കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെച്ചായിരുന്നു ഈ ആക്രമണങ്ങൾ. രാജ്യത്തുടനീളം മതിയായ ഇന്ധന വിതരണം ഉറപ്പാക്കാൻ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിട്ടുണ്ടെന്നും ക്രിമിയയ്ക്കും കാർഷിക മേഖലയ്ക്കും പ്രത്യേക മുൻഗണന നൽകുമെന്നും പുടിൻ പറഞ്ഞു. ആഭ്യന്തര ആവശ്യം പരിഗണിച്ച് ഡീസൽ കയറ്റുമതി താൽക്കാലികമായി നിരോധിക്കുന്ന കാര്യം അധികൃതർ ആലോചിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാഹന ഉടമകളും വ്യാപാരികളും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. നിർഭാഗ്യവശാൽ ഗ്യാസ് സ്റ്റേഷനുകൾ ഇപ്പോഴും ക്യൂ ദൃശ്യമാണ്, പുടിൻ പറയുന്നു. സിവിലിയൻ ഊർജ്ജ പശ്ചാത്തല സൗകര്യങ്ങൾക്ക് മേലുള്ള ആക്രമണങ്ങളുടെ ആഘാതം കുറയ്ക്കുന്നതിനായി റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള യുക്രൈന്റെ നിർദ്ദേശങ്ങളെ തള്ളിക്കളഞ്ഞ പുടിൻ റഷ്യയുടെ പ്രത്യാക്രമണങ്ങൾ കൂടുതൽ ശക്തമാണെന്ന് അവകാശപ്പെടുകയും ചെയ്തു. സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി ദീർഘദൂര ആക്രമണങ്ങൾ പരിമിതപ്പെടുത്താമെന്നായിരുന്നു യുക്രൈന്റെ നിർദ്ദേശം. എന്നാൽ ഏകദേശം 1250 കിലോമീറ്റർ നീളുന്ന മുൻനിരയിലുള്ള യുക്രൈനിയൻ സൈനികരുടെ മേലുള്ള സമ്മർദ്ദം കുറയ്ക്കാനാണ് ഈ ഓഫർ എന്നാണ് പുടിൻ വാദിച്ചത്. അവർ എന്തുകൊണ്ടാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത് എന്ന് വ്യക്തമാണ്. കാരണം യുക്രൈനിയൻ ഭൂപ്രദേശത്തിന് ഉള്ളിലേക്കുള്ള ഞങ്ങളുടെ പ്രത്യാക്രമണങ്ങൾ കൂടുതൽ ശക്തവും വിനാശകരവുമാണ്. സൈനികരുടെ കടുത്തക്ഷാമം നേരിടുന്ന യുക്രൈനിയൻ സൈന്യം ഇത് തങ്ങളുടെ രക്ഷാമാർഗമായി കരുതുന്നുണ്ടാകാം. എന്നാൽ കീവ് ഭരണകൂടത്തെ രക്ഷിക്കുക എന്നത് ഞങ്ങളുടെ പദ്ധതിയല്ല എന്നാണ് പുടിൻ പറയുന്നത്. ലോകത്തെ മുൻനിര ക്രൂഡ് ഓയിൽ ഉൽപാദകരായിട്ടും ഇന്ധനക്ഷാമത്താൽ റഷ്യ വലയുകയാണെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിൽ ഇന്ത്യക്ക് ചില നേട്ടമുണ്ടെന്നും വാർത്തകളുണ്ട്. ക്രൂഡ് ഇന്ത്യയിലെത്തിച്ച് ശുദ്ധീകരിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇന്ത്യ കയറ്റുമതി നടത്താറുണ്ട്. ശുദ്ധീകരിച്ച എണ്ണയുടെ പ്രതിസന്ധി റഷ്യയെ ചിലപ്പോൾ വർഷങ്ങളോളം അലട്ടിയേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. ഇത്തരമൊരു അവസ്ഥയിൽ റഷ്യയ്ക്ക് ആശ്രയിക്കാൻ ഇന്ത്യയും ചൈനയും പോലെ കുറച്ച് രാജ്യങ്ങളാണുള്ളത്. ഇന്ത്യയെ അപേക്ഷിച്ച് ചൈനയിൽ റിഫൈനറി കപ്പാസിറ്റി കുറവാണ്. ഇന്ത്യക്ക് കൂടുതൽ എണ്ണ ഉൽപ്പന്നങ്ങൾ റഷ്യയ്ക്ക് വിൽക്കാനുള്ള അവസരമായി ഇത് മാറിയേക്കാം. ഇന്ത്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന കമ്പനികൾക്ക് നികുതി ഇളവ് നൽകുമെന്ന് റഷ്യൻ സർക്കാർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. നിലവിലെ ആവശ്യകതയുടെ 20% കുറവാണ് ലഭ്യതയിൽ ഉണ്ടായിരിക്കുന്നത്. യുക്രൈൻ റിഫൈനറികളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ തുടർന്നാൽ ഇത് വീണ്ടും വർദ്ധിക്കും. നിലവിൽ ബെലാറസിൽ നിന്ന് റഷ്യ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. പ്രതിമാസം 1 ലക്ഷം മുതൽ 1.5 ലക്ഷം ടൺ വരെയാണ് ബെലാറസിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. ഇത് ആവശ്യമുള്ളതിന്റെ വളരെ ചെറിയ പങ്ക് മാത്രമാണ്. മറ്റൊരു അയൽ രാജ്യമായ കസാഖിസ്ഥാനിൽ നിന്ന് പെട്രോൾ വാങ്ങാനും മോസ്കോ പദ്ധതിയിടുന്നുണ്ട്. റഷ്യയെ സഹായിക്കുന്നവരെ ആക്രമിക്കുമെന്ന യുക്രൈന്റെ ഭീഷണി കസാഖിസ്ഥാനെ ഭയപ്പെടുത്തുന്നുണ്ട്. അതേസമയം എണ്ണ കയറ്റുമതിക്ക് റഷ്യൻ തുറമുഖങ്ങളെ ആശ്രയിക്കുന്ന അവർക്ക് ആവശ്യത്തോടെ മുഖം തിരിക്കാനും കഴിയില്ല. ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ശുദ്ധീകരിച്ച എണ്ണ വാങ്ങാൻ റഷ്യ തീരുമാനിച്ചാൽ നേട്ടങ്ങൾ പലതാണ്. റഷ്യൻ എണ്ണ കൂടുതൽ വില കുറച്ച് ലഭിക്കാൻ ഇന്ത്യക്ക് സമ്മർദ്ദം ശക്തമാക്കാം. ക്രൂഡ് കൊണ്ടുവരുന്ന കപ്പലുകളിൽ ശുദ്ധീകരിച്ച എണ്ണ തിരിച്ചയച്ച് ചെലവ് ചുരുക്കാനും സാധിക്കും. ഇന്ത്യൻ പൊതുമേഖലാ കമ്പനികൾക്ക് കൂടുതൽ ലാഭകരമായി എണ്ണ വിൽക്കാനും ഈ പദ്ധതി സഹായിക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.